ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വലിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നഴ്സിംഗ് +2 ശേഷം നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന BSc നഴ്സിംഗോ നഴ്സിംഗുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡുകളോ മറ്റ് കോഴ്സുകളോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. കാരണം BSc നഴ്സിംഗിന്റെ സ്കോപ്പ് എന്താണ്, കോഴ്സ് ഡീറ്റെയിൽസ് എന്താണ്, അതിൻ്റെ പഠിച്ചാലുള്ള ജോലി എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾ സീരിയസ്ലി ആ ഒരു നഴ്സിംഗിനെ കുറിച്ച് പാഷനേറ്റ് ആണെങ്കിൽ ഇതിനോടകം തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോകളോ അല്ലെങ്കിൽ റിസർച്ചുകളോ ChatGPT ഒക്കെ കണ്ടു കാണും. പക്ഷെ ഞാൻ ഇതൊന്നും അല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാനിത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ വരുന്ന മെസ്സേജുകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുകയാണ്. കുട്ടികളെ, നിങ്ങൾ BSc നഴ്സിംഗോ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ഒരു കോഴ്സോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്, പല കോളേജുകളും പല എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളും നിങ്ങളെ സമീപിക്കും. നിങ്ങൾക്ക് കോളുകൾ വരും. നിങ്ങൾ അതിലൂടെ ആയിരിക്കും, ഏജന്റുമാർ വഴിയായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പൊ കേരളത്തിനകത്തും ബാംഗ്ലൂരും ഒക്കെ പഠിക്കുന്ന, ഇപ്പൊ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും മെസ്സേജ് വഴിയും ഒക്കെ അയക്കുന്നുണ്ട്. ചേട്ടാ, സാറേ, എങ്ങനെയെങ്കിലും ഈ കോളേജ് ഒന്ന് മാറാൻ പറ്റുമോ? അതായത് അവിടെ കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, അവിടുത്തെ കുടിവെള്ളം പോലും കറക്റ്റ് അല്ല, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കുറവാണ്, അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിന് MSc പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതായത് ട്രാപ്പായി പോയ അവസ്ഥയാണ് പല വിദ്യാർത്ഥികളും. ഞാൻ ഒരിക്കലും ഒരു കോളേജിന്റെ പേരും അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ പേരും എടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് കാണുന്നവരിൽ പോലും അങ്ങനെയുള്ളവരുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഞാൻ അവരോട് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ, ഒന്നല്ല ഒരുപാട് വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ, അവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയല്ല കോളേജ് സെലക്ട് ചെയ്തത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, +2 റിസൾട്ട് വരുന്നു, പെട്ടെന്ന് സീറ്റുകൾ ഇല്ലാന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു റഷിൽ അവർ ഓൺലൈനായിട്ടൊക്കെ പേയ്മെന്റ് ചെയ്ത് ക്യാമ്പസ് പോലും കാണാതെ, കൃത്യമായിട്ട് അവിടെ പഠിച്ചവരോട് സംസാരിക്കാതെ, ഏതെങ്കിലുമൊക്കെ മെസ്സേജുകളും വീഡിയോകളും ഒക്കെ കണ്ടും കേട്ടും അവർ പോയി അവിടെ അഡ്മിഷൻ എടുത്ത് 7 ലക്ഷം 8 ലക്ഷം രൂപ കെട്ടി വെച്ചിട്ട് അവസാനം പണി കിട്ടിയ സ്റ്റുഡൻസാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങളൊരു നഴ്സിംഗോ മെഡിക്കൽ റിലേറ്റഡ് കോളേജോ യൂണിവേഴ്സിറ്റിയോ സെലക്ട് ചെയ്യുമ്പോൾ എത്ര വലിയ തിരക്കാണെങ്കിലും നിങ്ങളാണ് പൈസ കൊടുക്കുന്നത്. നിങ്ങളുടെ പാരൻസിൻ്റെ പൈസയാണ്. അതുപോലെ തന്നെ നിങ്ങൾ 4 വർഷമോ 3 വർഷമോ ഒക്കെ പഠിക്കേണ്ട ഒരു കോഴ്സാണ്, ഒരു കോളേജാണ്. അവിടെ കുട്ടികൾ നിങ്ങളോടൊപ്പം പഠിക്കേണ്ടവരാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി കൃത്യമായിട്ട് ആ കോളേജിനെ മനസ്സിലാക്കിയിട്ട് അവിടെ പോയി ചേർന്നിട്ട് പണി വാങ്ങരുത്. കാരണം ഒരു കോളേജുകാരും നിങ്ങൾ ആ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ പൈസ അടയ്ക്കാതെ നിങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടില്ല. മീൻസ് അവിടെ നിന്ന് ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. അല്ല, അവിടെ ഒരു റിയാക്ട് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഒരു കോളേജിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇടപെടുന്നതിന് അതിൻ്റെതായുള്ള പരിധികളുണ്ട്. സോ അവസാനം നിങ്ങളാണ് അതിൻ്റെ ഇരകളായിട്ട് മാറുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ കോളേജുകളെ കുറിച്ചുള്ള ഒരു റിസർച്ച് തുടങ്ങുക. നിങ്ങൾ റിയലി ഈ ഒരു കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഏതൊക്കെ കോളേജുകളിൽ, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ, ഏതൊക്കെ ലൊക്കേഷനിൽ കിട്ടും, ആ ഓരോ കോളേജിൻ്റെ റാങ്കിങ് എന്താണ്, അവിടുത്തെ ഫാക്കൽറ്റി സിസ്റ്റം എങ്ങനെയാണ്, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ഇതൊക്കെ ബോധ്യപ്പെട്ടാലും ഇനി ഏതൊക്കെ ഏജന്റുകൾ വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുക, അഡ്മിഷന് മുമ്പ് ആ കോളേജിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്യുക, കോളേജ് കാണുക, കോളേജിലെ അധ്യാപകരോട് സംസാരിക്കുക, അവിടെ പഠിച്ചവരോട് ജെന്യുവനായിട്ട് സംസാരിക്കുക, എന്നിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മനസ്സിലാക്കുക. ജസ്റ്റ് പോയി നോക്കി മനസ്സിലാക്കുക അല്ല, കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അവിടെ പോയി അഡ്മിഷൻ എടുക്കുക. ഇത് പാരൻസും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ഒരുപാട് മക്കൾ ഇതുപോലെ നിങ്ങളോട് പോലും തുറന്നു പറയാൻ പറ്റാതെ അവരവരുടെ കോളേജുകളിൽ ശ്വാസം മുട്ടി പഠിക്കുന്നുണ്ട്. ആ സത്യം എത്ര പേർക്ക് അറിയാം? നമുക്ക് വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരികയാണ്. സോ ആ ഒരു അവസ്ഥ ഇപ്പോൾ +2 കഴിഞ്ഞ് ഇനി നഴ്സിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്ന ജെന്യുവിൻ തോട്ടിന്റെ പുറത്താണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് പലർക്കും ചില രീതിയിൽ നെഗറ്റീവ് അടിച്ചേക്കാം, പക്ഷേ ദിസ് ഈസ് എ ട്രൂത്ത്. സോ ഗൈസ്, എല്ലാവരും അങ്ങനെയൊന്നല്ല, എല്ലാ കോളേജുകളും അങ്ങനെയൊന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ള കോളേജുകളും ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.